സാർ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. സർ, KSRTCയെ ഡൗൺ സൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ കമ്പനി ഉണ്ടാക്കി അദ്ദേഹം പറഞ്ഞതിൽ തന്നെ അത് വ്യക്തമാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇത് ഉന്നയിക്കണം എന്ന് പറഞ്ഞ് തൊഴിലാളികളും പൊതുജനങ്ങളും ഒക്കെ തന്ന നോട്ടിൽ തന്നെ അതാ പറയുന്നത്. പാലുവണ്ടി, പലചരക്ക് വണ്ടി, മത്സ്യവണ്ടി, അങ്ങനെ പലതും ആക്കി. അതൊരു തരം ഡൗൺ സൈസിങ് ആണ്. KSRTCയുടെ പ്രതാപകാലം കഴിഞ്ഞു. ഇനി ഇങ്ങനെയൊക്കെ പലതുമായി ഉപയോഗിക്കുക, അതൊക്കെ ഒരു തരം സ്ക്രാപ്പിംഗ് ആണ്. സർ, പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ സകല സ്ഥലത്തും വണ്ടികൾ കുന്നുകൂടി കിടക്കുകയാണ്, സ്ക്രാപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സമയം കഴിഞ്ഞു എന്നുള്ള നിലയിൽ അതിൻ്റെ ഒറിജിനൽ പ്രവൃത്തികളിൽ നിന്നും അതിൻ്റെ പെൻഷനിൽ നിന്നും മാറി അത് മറ്റു പലതിനൊക്കെയായി ഉപയോഗിച്ച് ഉന്തിത്തള്ളി കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ്. അതേ അത്രയ്ക്കേ പറ്റുള്ളൂ, ഇതിലേറെ കഴിയില്ല എന്നുള്ള നിലയിലുള്ള ഒരു അപ്രോച്ചാണ് ഗവൺമെൻറ് KSRTCയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. സർ, അത് തുറന്നു പറയുന്നതിന് പകരം എല്ലാം വളരെ ഉഷാറാണ് എന്ന് പറഞ്ഞ് പാലുവണ്ടി പറഞ്ഞപ്പോൾ അതിന് കൈയടിച്ചു, പയറുവണ്ടി പറഞ്ഞപ്പോൾ അതിന് കൈയടിച്ചു, അതുപോലെ തന്നെ മത്സ്യം വിൽക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന് കൈയടിച്ചു. ഇതൊക്കെ വലിയ കാര്യമായിട്ടെല്ലാം പറഞ്ഞ് അവതരിപ്പിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു പ്രസംഗം ചെയ്തു എന്നല്ലാതെ സമയത്തിന് ശമ്പളം കൊടുക്കുക, പെൻഷൻ കൊടുക്കുക, പിന്നെ മോഡേണൈസ് ചെയ്യുക, അതുപോലുള്ള യാതൊരു പരിപാടിയും ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറയുകയും ചെയ്തില്ല. അപ്പോൾ വലിയ ജനകീയ പ്രശ്നം എന്നുള്ള നിലയിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. സർ, KSRTCയെ വളരെ ശോചനീയമായ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ഗവൺമെൻറ്റിന് കൺസ്ട്രക്റ്റീവായിട്ടുള്ള വല്ല പദ്ധതിയും ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വ്യക്തമാക്കിയിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട്.